നല്ല കിഡിലും പടമാണ് വീരദേവസൂരൻ. കിഡിൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാധനം. നല്ല ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടം. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ എമ്പുരാൻ കണ്ടപ്പോൾ വലിയ സ്കെയിലുള്ളൊരു പടമാണ്, മലയാളത്തിൽ നമ്മളൊരു അത്ര സ്കെയിലുള്ളൊരു പടം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഇവിടെയായിട്ട് സിനിമയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ അങ്ങനെയല്ല, ഒരു സിനിമ കണ്ട ഒരു സാറ്റിസ്ഫൈങ് ഫീൽ ഇല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും തരും. പ്രത്യേകിച്ച് ആ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള സാധനം. നല്ലൊരു സീറ്റഡ്ജ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയും, വെറും ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്കാ സീറ്റഡ്ജ് സാധനം. അടുത്ത സീൻ എന്താ നടക്കാൻ പോകുന്നത്, അടുത്ത സെക്കൻഡ് എന്താ നടക്കാൻ പോകുന്നത്, ഒരു പിടുത്തം തരാത്ത ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ് ഇതിന് മുമ്പൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ റീസെൻറ്റ് ഇയേഴ്സിൽ ഞാൻ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടം. ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു ഒറ്റ രാത്രിയുള്ളൊരു ഇവൻ്റാണ്. ഒരു ക്രിമിനൽ ഗ്യാങ്ങും പോലീസുകാരും തമ്മിലുള്ള ഒരു റൈവലറിയും അവരുടെ ഷൂട്ടൗട്ടും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. അതിലേക്ക് എങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ആവുന്നു, അവരുടെ പാസ്റ്റ് എന്താണ്, എന്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ തന്നെ ഈ റൈവലറി നടത്തുന്നതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ ആ ഒരു സീൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇവർ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കിടില സാധനം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത സെക്കൻഡോ തൊട്ടടുത്ത സീക്വൻസോ നമ്മൾ ഇത്രയും സിനിമകൾ കണ്ടിട്ട് നമുക്ക് ചില സാധനങ്ങളൊക്കെ ആ ഒരു ടെംപ്ലേറ്റിൽ വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ അടുത്ത് ഇതാണ് നടക്കാൻ പോകുന്നത്, അടുത്ത് ഇയാളെ കൊല്ലും, അത് അല്ലെങ്കിൽ ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പരിപാടി ഇല്ല ഇതിൽ. ഇതിലെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ കാണുന്ന നമുക്കും എന്താ അവിടെ നടക്കണമെന്ന് ഒരു പിടുത്തം തരാതെ അത്ര ഗംഭീരമായിട്ട് ഇത് സ്ട്രക്ചർ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ലൊരു കിഡിലും സീറ്റ് അടിച്ച സാധനം. ഇതിൽ ചില ഒരു മൈനിൻ്റെ ഒക്കെ സീക്വൻസ് ഉണ്ട്, നമ്മൾ ഈ ശ്വാസം അടക്കി പിടിച്ച് കാണുമെന്ന് പറയില്ല, ആ രീതിക്കുള്ളൊരു സാധനം. ഇപ്പോൾ പക്കാ നമുക്കൊരു ത്രില്ലർ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ പോരാ, കാണുന്ന നമുക്കൊരു ത്രില്ല് വരണം സിനിമ കാണുമ്പോൾ. അങ്ങനത്തെ കുറേ സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ സെപ്പറേറ്റ് മുഴച്ചു നിൽക്കുന്ന സെറ്റ് പീസസ് ആയിട്ടല്ല, എല്ലാം പ്രോപ്പർലി സ്റ്റിച്ച് ചെയ്ത് നല്ല കിഡിലിനായിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റിൽ. സോ ആ ഒരു സ്ക്രിപ്റ്റിൽ കൊടുത്തൊരു വർക്കും തന്നെ ഇവരുടെ ഒരു മേക്കിങ്ങും, പ്രത്യേകിച്ച് ഒരു വൺ ഷോട്ട് സാധനങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു 10, 11, 13 മിനിറ്റിൻ്റെയൊക്കെ വേറെ ലെവൽ ഐറ്റം. സോ അങ്ങനെ മൊത്തത്തിൽ ഒരു ഒറ്റ രാത്രി അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്, ആ ഒരു പ്രോപ്പർ ടോൺ, ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് നല്ലൊരു കിഡിലും കാസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സുരാജ് ചേട്ടനും എസ് സൂര്യയും വിക്രം ഒക്കെ തന്നെയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിക്രത്തിൻ്റെ പടമാണെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് ഹൈലൈറ്റ് കൊടുത്ത് അങ്ങനത്തെ ഒരു നോർമൽ ക്യാരക്ടർ, ഒരു സാധാരണ ആൾ, ഒരു TVS 50 XL പോകുന്ന ഒരു പലചരക്ക് കട നടത്തുന്ന ഒരു സാധാരണക്കാരൻ, പക്ഷെ ആൾക്ക് കുറേ പാസ്റ്റ് ലൈഫ് ഉണ്ട്. ഇത്തരത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഫോർഷാഡോ ചെയ്തിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ ബാക്കിൽ വെച്ച് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയാണ് നമ്മൾ കാണുന്നത്. സോ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ മെല്ലെ റിവീൽ ചെയ്ത് തന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടാതെ എന്നാൽ പ്രോപ്പറായിട്ടെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. സോ ഇനി അടുത്ത് എന്താ നടക്കാൻ പോകുന്ന ഒരു പിടുത്തമില്ല. ഇങ്ങനെ ഒരു 2-2.5 മണിക്കൂർ എവിടേക്കും നമുക്കൊരു മൈൻഡ് എങ്ങോട്ടും പോവാതെ, നമ്മുടെ ഫോൺ എടുക്കാൻ നമ്മൾ വിടാതെ, ഈവൺ ഒരു അനാവശ്യമായിട്ടുള്ളൊരു പാട്ട് സീൻ പോലും ഇല്ലാത്ത വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു കിടിലം പടം. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ നോർമലി ഒരു കാണുന്ന സിനിമ കാണുമ്പോൾ ഒരു 3 ആക്ട് സ്ട്രക്ചർ ഉണ്ട്. ഈ സിനിമയിൽ 3 ആക്ട് സ്ട്രക്ചർ ഇല്ല. അതിനെ പൊളിച്ചടുക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന പടങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോൺ ഇന്ത്യൻ സിനിമകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത്. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇതിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രക്ചറിനെ പൊളിച്ചടുക്കിയിട്ട് വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും ഈ ഒരു പടം. സ്ക്രിപ്റ്റ് വൈസും നമ്മളിപ്പോൾ മഹാരാജൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെയല്ല, നമുക്ക് അടുത്തെന്ന് നടക്കുമ്പോൾ ഒരു പിടുത്തില്ല, നോൺ ലീനിയറായിട്ട് കഥ പോകും. ഇതിൽ നോൺ ലീനിയാരിറ്റി അല്ലെങ്കിലും സെക്കൻഡ് പാർട്ടായിട്ട് വെക്കുമ്പോൾ ആദ്യം കുറേ സാധനങ്ങളുണ്ട്, അതിൻ്റെ കുറേ ക്യൂരിയോസിറ്റി ഉണ്ട്, അതിൻ്റെ കുറേ സസ്പെൻസ് ഉണ്ട്. സോ ആ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു ആഗ്രഹം വരും. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് തോന്നണം, നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് അവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കിട്ടും, ഇവരുടെ ആ ഒരു റേജ് നമുക്ക് കിട്ടും, ഇവരുടെ ആ ഒരു വെഞ്ചൻസും ഇവരുടെ റിവെഞ്ചും നമ്മുടെ കൂടി ആവശ്യം. എങ്ങനെ നല്ല കിഡിലിനായിട്ട് ചെയ്തിട്ടുള്ളത്, നല്ല കിഡിലും വർക്ക്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണും. ഈ സിനിമയ്ക്ക് കുറേ ഡിലേ വന്നിരുന്നു. ഞാൻ കണ്ട ഷോ ആണ് ഫസ്റ്റ് ഷോ, കാരണം വൈകുന്നേരമായിരുന്നു. കാരണം ആദ്യത്തെ 2 രാവിലത്തെ ഫസ്റ്റ് ഷോയും നൂൺ ഷോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ മാറ്റിനി ഷോ ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 6 മണിക്ക് ഞാൻ കണ്ട ഷോ ആണ്. ഐ തിങ്ക് വേൾഡ് വൈഡ് ആ ഷോ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ സിനിമ കറക്റ്റ് ടൈമിൽ ഇവർക്ക് ആ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ പറ്റി. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നത്തെ പ്രശ്നം പോട്ടെ, ഇപ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ എല്ലാ സെൻറ്റേഴ്സിലൊക്കെ ഓപ്പൺ ആവുണ്ടാവും. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണും. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു പടം തന്നെയാണ്. നല്ല സ്ക്രീനിലുള്ള, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാം. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്നൊരു പടം. കാരണം നിങ്ങളൊരു വിക്രം ഫാനാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു പടത്തിൽ അതൊരു വരുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റാണ്, പൊളിയാണ്, കിഡിലാണ്. അത് പ്ലേസ്മെൻ്റ് അടിപൊളി. നമ്മൾ ഈ ട്രെയിലർ കാണുന്നൊരു ഷോട്ടൊക്കെയാണ്. പക്ഷേ ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചില്ല. അത് വന്നപ്പോൾ സമയത്ത് തിയേറ്ററിലൊരു ഇളക്കൊക്കെ വരുന്നത് അപ്പോഴാണ് കൂടുതലായിട്ടും. ബാക്കിയൊക്കെ തന്നെ നമ്മൾ
ത്രില്ലടിച്ച് സീറ്റിൽ പിടിച്ചിരുന്ന് എന്താണോ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടിരിക്കും. ആ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ആളുടെ കയ്യിൽ നിന്ന് ചെയ്തു വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സട്ടിലായിട്ടുള്ള ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു പലചരക്കുകാരൻ, പക്ഷേ ആൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൊടുത്ത് ഒരു ബിൽഡപ്പ് കൊടുത്ത് ആൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. കാളി എന്നാണ് മൂപ്പറുടെ പേര്. ഈ കെട്ടപ്പയ്യ സാർ എന്ന കാളി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പർക്കും. ദെൻ സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റോളിൽ നിൽക്കുന്ന ST സൂര്യൻ, സുരാജ് ഏട്ടൻ്റെ കിടിലൻ പെർഫോമൻസ് കാണാൻ പറ്റും. ദെൻ ഇതിൽ ഞാൻ വെറുപ്പിക്കും അല്ലെങ്കിൽ കുറച്ച് ഓവറാക്കി ചെയ്യുമെന്ന് വിചാരിച്ചത് ഇതിൽ തുഷാർ വിജയൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടറിനും പ്രോപ്പറായിട്ട് മീറ്റർ കൊടുത്ത് ഒരുപാട് ഓവറാക്കാൻ വിടാതെ എന്നാൽ ആവശ്യമുള്ള രീതിയിൽ ആ ഒരു പ്രോപ്പർ മീറ്ററിലാണ് ഈ എല്ലാ ക്യാരക്ടേഴ്സും വന്നു പോയിട്ടുള്ളത്. സോ നമ്മൾ തുടക്കം മുതലേ ഇവരെ തൊട്ട് കാണുന്നുണ്ട്, ഒരു ക്യാരക്ടർ പോലും മിസ്സാവാതെ ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാം നടക്കുന്നത്. സോ സിനിമ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു നമ്മൾ പടം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ഇത്രയൊക്കെയാണ് ഉണ്ടായത്, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും കുറേ സാധനം എന്തൊക്കെ നമുക്ക് കാണാനുണ്ട്. ഒരു ഫസ്റ്റ് പാർട്ടും കൂടി ഇറങ്ങാനുണ്ട്. അതും കൂടി കണ്ടു കഴിയുമ്പോഴായിരിക്കും ഇവരുടെ മൊത്തം കഥ ഇനി കൂടുതൽ അറിയാൻ നമുക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ആകാംക്ഷ നമുക്ക് തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുക. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടം, അല്ലെങ്കിൽ കിഡിലെ സാധനം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുവെക്കാം. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ വേറെ ലെവലിൽ സാധനമായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോകും. ആക്ഷൻ സീക്വൻസുകളൊക്കെ സിനിമയിലുണ്ട്, പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ പോക്കുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് എങ്ങനെ നമ്മൾ പിടിച്ചിരുത്താം. ഇപ്പോൾ നമ്മൾ ഈ 3 സെക്കൻഡിൽ നമ്മൾ റീൽസ് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു 2.5 മണിക്കൂർ പടം ഒരു സെക്കൻഡ് പോലും നമുക്ക് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാതെ കഥയിൽ മുഴുവനായിട്ട് നമ്മൾ പിടിച്ചിരുത്താൻ പറ്റും എന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ വീരധീരസൂര സെക്കൻഡ് പാർട്ട്. തീർച്ചയായിട്ടും കണ്ടുവെക്കാം. ഐ ഹൈലി റെക്കമെൻഡ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.